ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ചെറിയൊരു നിത്യക്കറിയൻ കൃഷിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അധികമായിട്ട് പരിചരണമോ വളപ്രയോഗമോ ഒന്നും കൂടാതെ തന്നെ നന്നായിട്ട് പടർന്നു കയറുന്ന ഒരു പച്ചക്കറി വർഗ്ഗമാണ് നിത്യവഴുതന. ഇതിന് അധികം കീടത്തിൻ്റെ ഉപദ്രവവും കാണാറില്ല. നമ്മളിത് നട്ടുവെച്ചിരിക്കുന്നത് താഴെയാണ്. എന്നിട്ട് വാർക്കപ്പൊക്കത്തേക്ക് പടർത്തി കയറ്റിയിരിക്കുന്നതാണ്. നമ്മളിതിന് കോവലിന് പന്തലിട്ടപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഇത് വെച്ചിരുന്നത്. അപ്പോൾ കോവലിൻ്റെ ഒപ്പം തന്നെ നിത്യവഴുതനയും കയറി. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ പയറും കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങേയറ്റത്തെ സൈഡിലായിട്ട് പാവലും കയറി വരുന്നുണ്ട്. ഒരു 3-4 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ഈ പന്തലിലുണ്ട്. ഇത് പാകി കിളിപ്പിക്കണമെന്നൊന്നുമില്ല. നമ്മൾ നടുന്ന സ്ഥലത്ത് തന്നെ ഇതിൻ്റെ കാ വീണിട്ട് അതിൻ്റെ വിത്ത് മുളച്ച് തന്നെത്താനെ കയറിക്കോളും. നിത്യക്കറിയൻ എന്ന പേര് പോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും ഇതിൽ നിന്ന് കായ പറിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കായ തോരൻ വയ്ക്കാനും മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുമൊക്കെ ഒത്തിരി നല്ലതാണ്. ഇതിന് എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കുന്ന ജൈവ സ്ലറികൾ മാത്രമാണ് കൊടുക്കുക. പ്രത്യേകമായിട്ട് നമ്മൾ വളപ്രയോഗമൊന്നും നടത്താറില്ല. പച്ചിലകളൊക്കെ പുളിപ്പിച്ച് നൽകുന്ന നമ്മൾ പല തരത്തിലുള്ള ജൈവ സ്ലറികൾ ഉണ്ടാക്കുന്ന വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കാണുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.